ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NUSERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ട ശേഷം ഉപകരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകളും തീർച്ചയായിട്ടും ഉപകരിക്കും. മിസ്സാക്കരുത്, തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ്, ഉത്തർപ്രദേശിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. NUSERTയിലെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗത്തിൽ എക്സ്ട്രാ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഉത്തർപ്രദേശ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ ഈ സംസ്ഥാനത്തെ പറ്റി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 5ാം ക്ലാസ്സിലെ പാഠമായിട്ടുള്ള വരയ്ക്കാം വായിക്കാം, അതിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശ്. ഏതാണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം? ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലക്നൗ ആണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. പഠിച്ചു വെച്ചോ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം, യുപിയുടെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലക്നൗ. യുപിയുടെ തലസ്ഥാനം ലക്നൗ ആണ്. ഈ UP അതായത് ഉത്തർപ്രദേശ് 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം ഏതാന്നൊക്കെ നമുക്ക് ചോദ്യം വരാറുണ്ട്, മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചോ. 1857 വിപ്ലവം അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഇതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചോ. 1857 വിപ്ലവം അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള അല്ലെങ്കിൽ ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന 1857 വിപ്ലവം വ്യാപിച്ച ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശമാണ് ഏത്? ഉത്തർപ്രദേശ്. ഓക്കെ, ഈ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ. ഈ 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാന്നൊക്കെ നമുക്ക് പഠിക്കാണ്ടില്ല. ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത്. പഠിച്ചിട്ട് പോവാ. 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഈ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ. ഈ ഉത്തർപ്രദേശ് രൂപീകൃതമായത് എപ്പോഴാണ്? കേരളം രൂപീകൃതമായ അതേ ദിവസം 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് ഉത്തർപ്രദേശ് രൂപീകൃതമായത്. ഓക്കെ, ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ലക്നൗ ആണ്. രൂപീകൃതമായ വർഷം 1956 ദിവസം നവംബർ 1. കേരള പിറവി ദിനത്തിന്റെ അന്ന് തന്നെയാണ് ഏത്? ഉത്തർപ്രദേശും രൂപീകൃതമായത്. ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. അപ്പൊ ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. പലർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഉത്തർപ്രദേശാണ്. ഈ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. ഉത്തർപ്രദേശ് രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പൊ 1857 വിപ്ലവം പഠിച്ചു വെച്ചോ. 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശമാണ് ഉത്തർപ്രദേശ്. UPയിലാണ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അല്ലെ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നതും ഉത്തർപ്രദേശാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ? ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ എന്ത് എന്നറിയപ്പെടുന്നു? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇനി നിങ്ങൾക്ക് വായിക്കേണ്ട ഇടവരരുത്. ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഒരുപാട് സമയം ഇനി ഇതിന് കൊടുക്കേണ്ടി വരരുത്. ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ എന്തായാലും പെർഫെക്റ്റ് ആയി തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞോ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ലക്നൗ ആണ്. ഉത്തർപ്രദേശ് രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. ഓക്കെ, പിന്നെ കരിമ്പും പഞ്ചസാരയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ എന്ത് എന്നറിയപ്പെടുന്നു? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ക്ലിയർ അല്ലേ? ഇതുവരെയുള്ള പോയിന്റ് ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ജസ്റ്റ് അറിഞ്ഞു നോക്കുക. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വരും. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് UP ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യം ഏതാണ്? നേപ്പാളാണ്. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യമാണ് നേപ്പാൾ. ഓക്കെ, ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യം ഏതാണ്? നേപ്പാളാണ്. പഠിച്ചു വെച്ചോ. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ്
നേപ്പാൾ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്ക് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കുവെക്കുന്നത്? 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് കേട്ടോ. 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കുവെക്കുന്നത്. എത്ര സംസ്ഥാനങ്ങൾ? 8 സംസ്ഥാനവുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നേപ്പാളാണ്. നേപ്പാളാണ് 8 സംസ്ഥാനങ്ങളുമായിട്ടും പങ്കുവെക്കുന്നു. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ് കേട്ടോ. ഡൽഹിയാണ് ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശം. ഡൽഹി എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി. പിന്നെ അതുപോലെ തന്നെ ഈ ഡൽഹി ആയ വർഷം, ഡൽഹി ആണെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അത്ര ചെറുതായിട്ടൊന്നും ചിലപ്പോൾ ചോദിക്കില്ല. പക്ഷേ ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതെന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഏതാണ്? കൊൽക്കത്ത ആയിരുന്നു ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം. എപ്പോഴാണ് കൊൽക്കത്ത മാറി ഡൽഹി ആയത്? 1911 അല്ലെ? 1911 കൊൽക്കത്ത മാറി ഡൽഹി ആയത്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മാറി ഡൽഹി ആയത് എപ്പോഴാണ്? 1911. ഓക്കെ, 1911. ആ സമയത്ത് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹാർഡിഞ്ച് പ്രഭു ആണ് കേട്ടോ. ഹാർഡിഞ്ച് പ്രഭു. അപ്പൊ ക്ലിയർ അല്ലേ? ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ നേപ്പാളാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ലക്നൗ ആണ്. ലക്നൗ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം. UP രൂപീകൃതമായത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1956 നവംബർ 1 ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? കഥക് ആണ് കേട്ടോ. കഥക്. ഇത് പഠിച്ചു വെച്ചു. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? കഥക്. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? കഥക് ആണ്. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപമാണ് കഥക്. കഥക്കാണ് ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ധീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ആരെന്ന് ചോദ്യം വരില്ലേ? ആരാണ്? ദീനാനാഥ് ഭാർഗവയാണ്. ദീനാനാഥ് ഭാർഗവ. ഓക്കെ, ദീനാനാഥ് ഭാർഗവയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര അല്ലെ? ഇന്ത്യയുടെ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദീനാനാഥ് ഭാർഗവ. ദീനാനാഥ് ഭാർഗവ. എപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചതെന്ന് ചോദ്യം വന്ന 1950 ജനുവരി 26 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത്. എപ്പോഴാണ്? 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. അപ്പൊ ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ധീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. സാരാനാഥിലെ ധീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ദേശീയ പതാകയിലെ വെള്ള നിറത്തിന് നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ അശോക ചക്രം അല്ലെ? ദേശീയ പതാക. ആരാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? അത് പിംഗലി വെങ്കയ്യ അല്ലെ? പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ദേശീയ പതാകയിലുള്ള നിറങ്ങൾ ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ള, പച്ച എന്നീ 3 നിറങ്ങളാണ് ദേശീയ പതാകയിലുള്ളത്. കുങ്കുമം, വെള്ള, പച്ച. കുങ്കുമം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ധീരത, ത്യാഗം എന്നിവയല്ലേ? നമുക്ക് ചോദ്യം വരാറുണ്ട്. നമ്മുടെ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വെള്ള നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പച്ച നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ്? കുങ്കുമം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനെയാണ്? ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദ്യം വന്ന വെള്ള നിറം എന്തിനാണ്? സത്യം, സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ച നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സമൃദ്ധി, ഫലപുഷ്ടി എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് ചോദ്യം വന്ന പിംഗലി വെങ്കയ്യാണ്. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. ദീനാനാഥ് ഭാർഗവ. അപ്പൊ ഈ ദേശീയ പതാകയിൽ വെള്ള നിറത്തിന് നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രം, നമ്മുടെ അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്ന എവിടെ നിന്നാണ്? അതും ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ധീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. ഓക്കെ, അത്രയും ക്ലിയർ ആണ്. അപ്പൊ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരെന്നും ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തതാരെന്നും പഠിക്കണം. ഓക്കെ, ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങൾ ഇതൊക്കെ നമ്മൾ 1857 വിപ്ലവം അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ ഒരുവിധമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒന്ന് കാൺപൂർ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് നാനാ സാഹിബാണ്. നാനാ സാഹിബ്. ഓക്കെ, നാനാ സാഹിബാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. പിന്നെ ലക്നൗ ആരാണ്? ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹലാണ്. പിന്നെ വാരണാസി, ആഗ്ര, അലഹാബാദ് ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ,
അപ്പോ കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് ഇതൊക്കെ എവിടുത്തെ പട്ടണങ്ങളാണ്? ഉത്തർപ്രദേശിലെ പ്രധാന പട്ടണങ്ങളാണ്. ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൺപൂർ ആണ്. ഓക്കെ. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലക്നൗ ആണ് കേട്ടോ. ലക്നൗ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം. ഇതാണ് എന്തറിയപ്പെടുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. ഇത് പഠിച്ചു വെച്ചോ, ചോദ്യം വരും. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. ഓക്കെ, ഇതൊക്കെ പ്രധാന പട്ടണങ്ങളാണ്. ഇനി ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമുക്കറിയാം, വാരണാസിയാണ്. വാരണാസിയാണ് ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? വാരണാസിയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ. ഇനി ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ്, ഞാൻ പറഞ്ഞു, കാൺപൂരാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഈ കാൺപൂരിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ആരാണ് 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ബീഹാറിൽ നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ ആരാണ്? കൻവർ സിംഗ് ആണ് കേട്ടോ. കൻവർ സിംഗ് ആണ് ബീഹാറിൽ നേതൃത്വം നൽകിയത്. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ, പ്രവാചകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ അത് അസിമുള്ള ഖാനാണ്. അതും ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം ഏതാണ്? അലഹബാദ് ആണ് കേട്ടോ. അലഹബാദ് ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം. ഏതാന്ന് ചോദിച്ചാൽ അത് അലഹബാദ് ആണ്. തലസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പഠിക്കണം? ലക്നൗ ആണ്. നീതിന്യായ തലസ്ഥാനം എന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് അലഹബാദ് ആണ്. അലഹബാദിന്റെ പുതിയ പേര് എന്താണ്? ഇത് പഠിച്ചു വെച്ചോ. പ്രയാഗ് രാജ് എന്നാണ് അലഹബാദിന്റെ പുതിയ പേര്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. അലഹബാദിന്റെ പുതിയ പേര് ചോദ്യം വരും. എന്താണ്? പ്രയാഗ് രാജ്. പ്രയാഗ് രാജ് എന്നാണ് അലഹബാദിന്റെ പുതിയ പേര്. അലഹബാദിന്റെ പുതിയ പേരെന്താണ്? പ്രയാഗ് രാജ്. എപ്പോഴാണ് ഉത്തർപ്രദേശ് രൂപീകൃതമായത്? 1956 നവംബർ 1 ഉത്തർപ്രദേശ് രൂപീകൃതമായത്. എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത്. പിന്നെ കരിമ്പും പഞ്ചസാരയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണെന്നും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് വാരണാസിയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഈ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് ന്യൂഎസ്സിആർടിയിൽ കൊടുത്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നന്നായി തന്നെ പഠിച്ചിട്ട് പോവുക. തീർച്ചയായിട്ടും ചോദ്യം പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ചോദ്യം വരും. ന്യൂഎസ്സിആർടി ആണ്. പിന്നെ റയർ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അറിഞ്ഞു വെക്കുക. ചിലപ്പോൾ ഇന്ത്യയുടെ വിശുദ്ധ നഗരം അത് അറിയുന്നുണ്ടാവും. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ അതും ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ ഇപ്പൊ പഠിച്ചിട്ട് പോവുക. പിന്നെ ഇത് പ്രയാഗ് രാജ് എന്തായാലും ചോദ്യം വരും. കാരണം അലഹബാദിന്റെ നിലവിലെ പേരെന്താന്ന് ചോദ്യം വരാൻ നല്ല സാധ്യത ഉണ്ട്. എന്താണ്? പ്രയാഗ് രാജ് എന്നാണ്. അപ്പൊ അതും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക. ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ന്യൂഎസ്സിആർടിത്തെ ഓരോ ചെറിയ പോയിന്റ്സും ഓരോ മൈന്യൂട്ട് പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.